എന്നിട്ടാ പറയണത് മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യൂല. ഇനി മരിച്ചു കിടന്നാലോ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യൂലേ? അവരെ മരണപ്പെട്ടവരെ പോയി കാണുമ്പോൾ നമ്മളതാ അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അല്ലാഹുവേ, ഈ വ്യക്തിക്ക് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് ചെന്ന് ചേരാനുള്ള ഖബറിടം വിശാലമാക്കി കൊടുക്കണേ. മുത്ത മുസ്തഫ ദുആർന്ന ദുആണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുമ്പോൾ അള്ളാന്റെ റസൂല് ചെന്നിട്ട് കാണുമ്പോൾ ദുആർന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫ്ഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. ഇതൊക്കെ അർത്ഥസഹിതം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും സർവ്വ ശ്രോതാക്കളും പഠിച്ചു വെക്കണം. മരിച്ച വീട്ടിൽ പോയി വെറുതെ അങ്ങോട്ട് പോരലല്ല, കേവലം മയ്യത്ത് പോയി കണ്ടുപോരലല്ല നമുക്കുള്ള പണി. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, ഇദ്ദേഹത്തിൻ്റെ പദവി ഉയർത്തണേ, ഇദ്ദേഹത്തിന് ചെന്ന് ചേരാനുള്ള ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, ഇദ്ദേഹത്തിൻ്റെ ഖബറിന് നീ വിശാലത കൊടുക്കണേ, ഞങ്ങൾക്കും അദ്ദേഹത്തിൻ്റെയും പാപങ്ങൾ നീ പുറത്തു തരണമേ. മരിച്ച മയ്യത്തിന് വേണ്ടിയാണ് ആ ദുആ ചെയ്യുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് മയ്യത്തതാ അവിടെ വെച്ചുകൊണ്ടും ദുആ ചെയ്യുന്നു. എന്ത്? ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്നു, സ്ത്രീകളതാ വീടുകളിൽ വെച്ച് നിസ്കരിക്കുകയാണ്. മുജാഹിദുകൾ എല്ലായിടത്തെ അത് നടക്കൂ. അല്ലാത്തവർക്ക് ഇപ്പൊ കേരള യാത്ര നടത്തുന്ന കാന്തപുരം ടീമില്ലേ, ആ കാന്തപുരം മുസ്ലിയാർ പറയുന്നത് എന്താണ്? ഇപ്പണ്ട് ചില ആൾക്കാരൊരു നിസ്കാരം തുടങ്ങിയിട്ട് പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കുകയാണത്രേ, മണ്ണാങ്കട്ടേല നിസ്കാരമാണത് എന്ന് പറഞ്ഞ ആളാണ് അയാള്. കാരണം പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്ന ഖൈറ് മുടക്കുന്ന കാന്തപുരം ടീം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതേ പള്ളിയിലേക്ക് ജനാസ കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അവകാശം ഇന്ന് തടയുന്നില്ലേ? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ, പുരുഷന്മാർ ജനാസക്ക് വേണ്ടി മയ്യത്തിന് വേണ്ടി അവർ നിസ്കരിച്ചിട്ടില്ലേ? എത്ര സംഭവങ്ങളുണ്ട്. എന്നിട്ടത് പാടില്ല എന്ന് പറയും. എന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് പറയും? കണ്ടോ, അതൊക്കെ വഹാബികളാ, അതൊക്കെ മുജാഹിദീങ്ങളാ, അവരിപ്പോൾ തുടങ്ങിയതാ മയ്യത്ത് നിസ്കാരം. അങ്ങനെ പല വീടുകളിലും സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ്. ആ ഖൈറവർക്ക് തടയുകയല്ലേ? തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി അവസാനം ഒന്ന് നിസ്കരിക്കാൻ ഒരു ഭാര്യക്ക് സമ്മതം കൊടുക്കാതെ ആ നിസ്കാരം എന്ന ഏർപ്പാടില്ല. ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചോട്ടെ, നിങ്ങളിവിടെ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്ത് നിസ്കാരം എന്ന സ്ത്രീകളുടെ അവകാശത്തെ തടയുന്ന ആളുകളല്ലേ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ. നിഷ്പക്ഷരായ ജനങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. മുജാഹിദുകളാണോ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത്? അതോ മരിച്ചവർക്ക് ഖൈറ് കിട്ടുന്ന കർമ്മങ്ങളെ മുടക്കുന്നവർ അപ്പുറത്താണോ? നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ ഗ്രൂപ്പും കക്ഷിത്തൊക്കെ മാറ്റിവെച്ച് ചിന്തിക്കുന്ന ഉപ്പാരെ ഉമ്മാരെ, നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അവകാശം തരുന്നുണ്ടോ? അതിന് ഞങ്ങളുടെ കുടുംബങ്ങളിലാകണ്ടേ? അവിടെ പറ്റും. അവിടെ നിസ്കരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കുമ്പോൾ ഓളൊരു നിസ്കാരം, ഓള് കണ്ടില്ലേ, ഓളൊരു നിസ്കാരം, എന്താ ഇപ്പം നമ്മളൊന്നും കാണാത്തൊരു നിസ്കാരം ഇപ്പം തുടങ്ങിക്കണ് എന്നിങ്ങനെ സ്ത്രീകളുടെ മയ്യത്ത് നിസ്കരിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളാ കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെന്ത് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞിട്ടാ കേരള യാത്ര നടക്കുന്നത്? എന്നിട്ട് അവരാണ് നമ്മെക്കുറിച്ച് ദുരാരോപണം പറയുന്നത്. ഇവർ മരിച്ചോർക്ക് ഖൈറ് കിട്ടണമെന്നും ചെയ്യൂല. അപ്പൊ വീട്ടിൽ വെച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്നു, ഇനി പള്ളിയിൽ പോയിട്ട് പുരുഷന്മാരും അല്ലാത്തവരുമൊക്കെ നിസ്കരിക്കുന്നില്ലേ? ആ മയ്യത്ത് നിസ്കാരം അവർക്ക് ഖൈറ് കിട്ടുന്ന പണിയല്ലേ? ഇനി ഖബർസ്ഥാനിൽ പോയിട്ട് അവരെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തസ്ബീഹ് ചൊല്ലുന്നില്ലേ? അവർക്ക് പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് ഉപ്പാക്ക് ബന്ധപ്പെട്ടവർക്കൊക്കെ വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പുറത്തു തരണേ അല്ലാ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. ഖബറുകൾ പോയിട്ടും വയ്യാറുണ്ട്, അല്ലാതെയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി മൊത്തം മരിച്ചുപോയ ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങളോട് ഞങ്ങൾക്ക് മുമ്പേ മോമിനീങ്ങളായി മരിച്ചു പോയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ.
എന്നിങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മരിക്കുവോളം ദുആ ചെയ്യുന്നു, അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേ അവസരത്തിൽ അള്ളാന്റെ റസൂല് നിങ്ങൾ 70,000 ദിക്റിയല്ലി പാർസലാക്കിക്കോ, ഇങ്ങനെ അത് ചൊല്ലിയിട്ട് അങ്ങോട്ടാക്കിക്കോ, ഇവിടെ ഇത് കൊടുത്തോ, ഇങ്ങനെ പറഞ്ഞോ, നിങ്ങൾ അവർക്ക് വേണ്ടി അവിടെ പോയിട്ട് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഈ രൂപത്തിൽ പ്രവർത്തിച്ചോ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ജനാസ എടുക്കുന്ന വേളയിലാണ് ജനാസ വെച്ചുകൊണ്ട് യാസീൻ ഓതിയത്? ഏത് ജനാസ എടുക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഖുർആൻ ഓതാൻ ആളെ ഏൽപ്പിച്ചത്? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മുത്ത മുസ്തഫായുടെ ചര്യയാണ് നമുക്ക് വേണ്ടത്. ജനാസ കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഖൈർ മുടക്കികളാണ് അത്രേ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലും പറഞ്ഞതെന്താണ്? ജനാസ കൊണ്ടുപോകുമ്പോൾ മൗനമായി മരണത്തെ കുറിച്ച് ഓർത്ത്, ആ വയ്യത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥനാ മനസ്സുമായി പോകാനാണ്, അല്ലാതെ ഉച്ചത്തിൽ ഇങ്ങനെ തക്ബീർ ചൊല്ലി ദിക്ർ ചൊല്ലി മയ്യത്ത് കൊണ്ടുപോകാനല്ല. അതിന് നിങ്ങൾ എന്തൊക്കെയാ ഞങ്ങളെ പരിഹസിക്കാറുള്ളത്? നിലമ്പൂർ കാട്ടുന്ന തേക്കും തൈകള് തേക്കും തടി കട്ടുകൊണ്ടുപോകും പോലെയാണ് വഹാബിന്റെ മയ്യത്ത് കൊണ്ടുപോകാന്ന്. അത്ര സ്വകാര്യമായിട്ടാണ്. നിങ്ങൾ കളിയാക്കിക്കോ. അള്ളാന്റെ റസൂല് സ്വഹാബത്തൊക്കെ അങ്ങനെ ജനാസ കൊണ്ടുപോയത്. അവർക്ക് ദിക്റും സലാത്തും അറിയാഞ്ഞിട്ടല്ല, അവരാരും ജനാസയുടെ കൂടെ ശബ്ദമുയർത്തി ഇതൊന്നും ചൊല്ലിയിട്ടില്ല. അതേ അവസരത്തിൽ പരലോകത്തെ ഓർക്കുന്ന നിലയ്ക്ക് നാട്ടുവർത്താനൊന്നും പറയാതെയാ ജനാസയുടെ പിന്നാലെ പോകേണ്ടത്. ജനാസക്ക് ചുറ്റും നമ്മൾ പോകുമ്പോൾ ശാന്തമായി, ചില ആൾക്കാർ വീഡിയോയിൽ ചുറ്റും വർത്താനം പറഞ്ഞിട്ടും കളിച്ചും ചിരിച്ചും ഒക്കെ വർത്താനം പറഞ്ഞിട്ടൊക്കെ പോകും. പാടില്ല. ജനാസയുടെ പിന്നാലെ ശാന്തമായി ഒന്നും മിണ്ടാതെ മൗനം പാലിച്ച് ആ കട്ടിലേറി പോകുന്ന വ്യക്തിയെ പോലെ ഞാനും പോകേണ്ടവനാണ്. ആ വ്യക്തി കിടക്കാൻ പോകുന്ന മണ്ണറക്കാട്ടിലേക്ക് ഞാനും പോകേണ്ടവനാണെന്ന പരലോക മരണബോധത്തെ ഉദ്ദീപിപ്പിക്കുന്ന ചിന്തയുള്ള മനസ്സോടെയാണ് ജനാസയുടെ പിറകെ പോകേണ്ടത്. അതാ മുജാഹിദുകൾ സമൂഹത്തോട് പഠിപ്പിക്കുന്നത്. അതിനെതിരെ വിവരമില്ലാത്ത ആരും ഒന്നും ചെയ്യാൻ പാടില്ല. മറ്റു വർത്തമാനങ്ങളും കണ്ടാൽ വിശേഷം ചോദിച്ചിട്ട് നാട്ടുവർത്താനം പറഞ്ഞ് ചിരിക്കേണ്ട സ്ഥലമല്ല മരണവീട്. ജനാസ കൊണ്ടുപോകുമ്പോഴും ഒരു യാത്ര കഴിഞ്ഞിട്ട് എത്രയോ കാലമായിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ പോലും നിങ്ങൾ അയാളോട് കുശലം പറയാൻ ആ സമയം ഉപയോഗപ്പെടുത്തരുത്. നമ്മുടെ മുൻഗാമികൾ അത് ചെയ്തിട്ടില്ല. നാട്ടുവർത്താനവും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ പിന്നെ ചോദിച്ചറിഞ്ഞോ. മരിച്ച വീട്ടിൽ അത് പറയണ്ട, ജനാസയുടെ പിന്നാലെ പോകുമ്പോഴും അത് പറയണ്ട, ഖബർസ്ഥാനിൽ മയ്യത്ത് ഖബറടക്കുന്ന നേരത്തും ആ വർത്താനം പറയണ്ട. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും ഇതേപോലെ വന്നു കിടക്കേണ്ടവനാണെന്ന ബോധമുണ്ടാകുന്ന ചിന്തയോടെ ജനാസയെ അനുഗമിക്കുക. ജബൽ ഉഹദ് പോലെ 2 ഖിറാത്ത് പ്രതിഫലമാണ് ഇതിൻ്റെയൊക്കെ ജനാസയുടെ പിന്നാലെ പോയി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവർക്കെന്ന മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ നന്മകളൊക്കെ ചെയ്യുന്ന മുജാഹിദുകളെ നോക്കിയിട്ടാ നിങ്ങൾ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവരെ പള്ളിക്ക് പോകരുതേ, അവരെ പള്ളിക്ക് നിസ്കരിക്കാൻ പോകരുതേ, കാരണം മരിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ലോ എന്ന് പറയുന്നവരാണ്. ഇവരൊക്കെ വാപ്പാനിയും മാനിയും ജനാസ അടക്കിയാൽ കയ്യുമായ മണ്ണും തട്ടിയിട്ട് തിരിഞ്ഞു പോരും. എൻ്റെ ഉമ്മാക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പോലും പറയൂല എന്ന പച്ചക്കള്ളം ഞങ്ങളെ സംബന്ധിച്ച് പാവപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാർ കൂട്ടങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണ ജനങ്ങൾ പാവപ്പെട്ടവരാണ്. അവരിതൊന്നും ഒരുപക്ഷെ കേൾക്കുന്നില്ല. പക്ഷെ ഇന്നവർ കേൾക്കും, ഇനി അവർ കേൾക്കാതിരിക്കാനാവില്ല. ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലാത്തത് പറയരുത്. നമുക്ക് ഉള്ളത് പറയാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ ആരുടെയും പേരിൽ നമുക്ക് ഇല്ലാത്തത് പറയേണ്ടതില്ലല്ലോ സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ കൃത്യമായ ആ ഒരു രീതി നമുക്കുണ്ട്. അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം.